നിങ്ങൾ തടിച്ചിട്ടാണോ, പ്ലസ് സൈസ് മോഡലിംഗ് ഉണ്ട്. നിങ്ങൾ സ്കിന്ന് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ ഒന്നും മാറ്ററില്ല. ഇപ്പം എന്താണ് മാറ്ററുള്ളത്? നമ്മുടെ കേരളത്തിലെ മോഡൽസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഹൈറ്റ്. അഡ്വർടൈസിംഗ് മോഡലിംഗ് അല്ലെങ്കിൽ പ്രിന്റ് മോഡലിംഗ് പറയും. സെക്കൻഡ് റൺവേ മോഡലിംഗ്, തേർഡ് പാജൻ മോഡലിംഗ്. കോൺഫിഡൻസ് കീപ് യു ഗോയിങ്, കൺസിസ്റ്റൻസി കീപ് യു ഗ്രോയിങ് ആകുന്നതാണ്. ട്രെയിൻ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും, ക്വാളിറ്റീസ് ഉണ്ടാകും. ഒരു ഗൈഡിൻ്റെ അണ്ടറിൽ എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ട് അപ്വേർഡ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഹലോ എവരിവൺ, വെൽക്കം ടു ഗ്ലേസ് ഫാക്ഷൻ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപ്കമിങ് ആക്ടർ ആൻഡ് മോഡൽ കോച്ചുമായിട്ടുള്ള അതുൽ സുരേഷാണ്. വെൽക്കം. നമസ്കാരം. ഭയങ്കര ബിസി ആണല്ലേ? കുറച്ച് റെഡി ആയിട്ട് വരുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയി വരല്ലേ, അതിൻ്റെതായ പ്രശ്നം. ഓക്കെ. ഇപ്പൊ ചെറുപ്പത്തില് സ്പോർട്സിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അതെ. അവിടുന്ന് സാധാരണ ഇപ്പൊ ഒരു സ്പോർട്സിനോട് താല്പര്യമുള്ള ആൾക്കാർ അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിന്റെ നെക്സ്റ്റ് ലെവലാണ് നോക്കാറുണ്ടായിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഫീൽഡിൽ നിന്ന് മോഡലിംഗിലേക്ക് ഉള്ള ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു. എൻ്റെ പാരൻസ് തൊട്ടേ സ്പോർട്സിൽ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ വന്നിട്ട് ഞാനും സ്പോർട്സിൽ വോളിബോൾ ആയിരുന്നു. ഞാൻ ആദ്യം അത്ലറ്റിക്സ് ആയിരുന്നു. പിന്നീട് ഒരു കരിയർ 10th ഒക്കെ എത്തിയപ്പോൾ ഞാൻ വോളിബോളായി. പിന്നെ പഠിച്ചത് സ്പോർട്സ് കൗൺസിൽ, സ്പോർട്സ് ഹോസ്റ്റലുകളിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇഞ്ചുറി വന്നത്, ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ഇഞ്ചുറി വന്നു. പക്ഷേ ഏതൊരു സ്പോർട്സ് പ്ലെയറിനെയും സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ്, ഏറ്റവും ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രതിസന്ധി ഘട്ടമാണ് അവരുടെ ഇഞ്ചുറി എന്ന് പറയുന്നത്. നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇഞ്ചുറി വന്നു കഴിഞ്ഞ ഒരു ബ്ലോക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഇഞ്ചുറി വന്നു, അതിന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ സർജറി ചെയ്തു, ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേറ്റ് ലെവൽ പ്ലെയർ ആയിരുന്നു. സ്റ്റേറ്റ് ലെവലും പിന്നെ പുറത്തൊക്കെ പോയിട്ട് കേരളത്തിന് പുറത്ത് പോയിട്ട് അത്യാവശ്യം ടൂർണമെന്റ്സ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഡെവലപ്പ് ആയി വരുമായിരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് വീണ്ടും ഫസ്റ്റ് സർജറി വന്നു, ഫസ്റ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നു. അത് സർജറി ചെയ്തു, പക്ഷേ റെഡി ആയില്ല. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് വീണ്ടും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ PG ദേവഗിരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇഞ്ചുറി പ്ലെയറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലരും നമ്മൾ അടുത്ത ടൂർണമെന്റ്സ് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കളിക്കാനോ അവസരം കിട്ടില്ല. അതുകൊണ്ട് തന്നെ തഴയപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഇഞ്ചുറി പുറത്തറിയാതിരിക്കാൻ നമ്മൾ അധികം ശ്രദ്ധിക്കും. എന്നിരുന്നാലും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു സ്പോർട്സിൽ. ആക്ച്വലി എൻ്റെ കഴിവിന്റെ പരമാവധി നോക്കി, നടന്നില്ല. പിന്നെ അപ്പോൾ മോഡലിംഗ് ചൂസ് ചെയ്യാനുള്ള ആക്ച്വലി ഞാൻ മോഡലിംഗ് ചൂസ് ചെയ്തല്ല, അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് HDFCയിലാണ് ജോലി കിട്ടുന്നത്. HDFCയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. HDFC ലൈഫ് ഇൻഷുറൻസിലായിരുന്നു. അവിടെ നിന്നിരുന്ന സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മിസ്റ്റർ കേരള ഓഡീഷനും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ കോളേജിൽ തന്നെ ജൂനിയേഴ്സ് ഒക്കെ ഇങ്ങനെ പതിയെ ചെറുതായിട്ട് മോഡലിംഗ് ഞാൻ പരസ്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. 2020 മാർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് മോഡലിങ്ങിനെ പറ്റി ഒരു ഫസ്റ്റ് ഫോട്ടോഷൂട്ട് പോലും ചെയ്യുന്നത്. 2020 മാർച്ചിലാണ്, ഈ 2 വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ആക്ടർ ആവും അല്ലെങ്കിൽ ഒരു മോഡലാവും, ഇങ്ങനെ മോഡൽ കോച്ച് ആവുന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോഴും സ്പോർട്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു. പിന്നെ സാഹചര്യം മൂലം വീട്ടിലെ പ്രഷറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ ജോലിക്ക് കയറി HDFCയിൽ. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്ച്വലി മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു മിസ്റ്റർ കേരള ഓഡിഷൻ കണ്ടു, അതിന് അപ്ലൈ ചെയ്തു. അതിന് അപ്ലൈ ചെയ്ത സമയത്ത് ആക്ച്വലി അവിടെ അവർ 30,000 ആയിരുന്നു രജിസ്ട്രേഷൻ ഫീസ് പറഞ്ഞു. അന്നത്തെ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ 30,000 കൊടുക്കാനില്ലാത്തത് കൊണ്ട് ആ ഫൈനലിസ്റ്റ് ഞാൻ ബാക്ക് ഓഫ് ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നെക്സ്റ്റ് ഒരു ബ്യൂട്ടി പേജൻ്റായിട്ട് മിസ്റ്റർ വള്ളുവനാട് എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെയാണെങ്കിലും ഞാൻ ഈ പ്രിപ്പയർ ചെയ്തത് നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ പേജൻസ് നോക്കിയിട്ടായിരുന്നു. അപ്പം ഞാൻ നല്ല റെഫറൻസ് എടുത്തിട്ടാണ് പോയത്. ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് ഈ QA ആണെങ്കിലും ചെറുതിന് ഈ ഒരു ചെറിയ മത്സരത്തിന് പോലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു. ഇന്റർനാഷണൽ പേജൻസ് നോക്കി പ്രിപ്പയർ ചെയ്തിട്ട് അതിനുശേഷം ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പം ഈ കോമ്പറ്റീഷനിലെ കണ്ടസ്റ്റൻസ് ഒക്കെ ചെറിയ ചെറിയ ലെവലിലായതുകൊണ്ട് നമുക്കിതൊരു പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ട് ആ ഫസ്റ്റ് പേജന്റിൽ തന്നെ ടൈറ്റിൽ കിട്ടി. പിന്നീട് അതിനുശേഷം ഫേസ് ഓഫ് കേരള, ലുലു മെൻ ഓഫ് ദ ഇയർ, അങ്ങനെ ഒരുപാട് ടൈറ്റിൽസ്, അങ്ങനെ കുറച്ച് ടൈറ്റിൽസ് വന്നപ്പം അങ്ങനെ മോഡലിംഗിൽ ഡെവലപ്പായി. അങ്ങനെയാണ് മോഡലിംഗ് വന്നത്. നമ്മുടെ ലൈഫില് ബാക്ക് ബോൺ എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. ചിലർക്ക് ഫ്രണ്ട്സ് ആയിരിക്കും സപ്പോർട്ട്, ചിലർക്ക് ഫാമിലി ആയിരിക്കും സപ്പോർട്ട്. അപ്പോൾ ഈ 2 ഘടകങ്ങൾ എങ്ങനെയാണ് ലൈഫിൽ? ആക്ച്വലി എൻ്റെ ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഞാൻ എന്ത് കരിയർ, എൻ്റെ വോളിബോളിനൊക്കെ ആണെങ്കിൽ എൻ്റെ ഫാമിലി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മേ ബി അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർക്ക്, എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ തനി നാട്ടിൻപുറമാണ്, അവർക്ക് ശരിക്കും മോഡലിംഗ് എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല. ഞാൻ മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ, ഞാൻ മിസ്റ്റർ കേരള വിൻ ചെയ്ത സമയത്തൊക്കെ വീട്ടുകാരുടെ വിചാരം ഇത് ബോഡി ബിൽഡിംഗ് ആണ്. വീട്ടുകാർ എന്നോട് ഫസ്റ്റ് മിസ്റ്റർ കേരള കിട്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഈ ട്രോഫിയും കാര്യങ്ങളൊക്കെ കാണിച്ചു. അമ്മ ചോദിച്ചു,
ഈ ബോഡി ഇല്ലാത്ത നിനക്ക് എങ്ങനെ മിസ്റ്റർ കേരള കിട്ടിയെന്നുള്ള ചോദിക്കും. അപ്പൊ അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അതെ. അതുകൊണ്ട് തന്നെ മാത്രമല്ല കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മോഡലിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഒരു ബാഡ് ആണ് എന്ന് വിശ്വസിക്കുന്ന, സ്റ്റിൽ ഇപ്പോഴും ബിലീവ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് അല്ലേ സത്യം. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് അതിൻ്റെതായ ഇഷ്യൂസും വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് മൂവി എൻട്രി ലഭിച്ചപ്പോൾ പോലും വീട്ടുകാർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് പേടിയാണ് ഞാൻ ഇതിൽ പോയിട്ട് ഒന്നും അല്ലാതായി പോകുമെന്നുള്ള ഭയം കൊണ്ടാണ്. അപ്പം ആ പേടി കൊണ്ട് വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കരിയർ വോളിബോളിനാണെങ്കിലും സ്പോർട്സിനാണെങ്കിലും ഒക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈവൻ വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരും ഞങ്ങളുടെ ആ ഒരു സറൗണ്ടിങ്സ് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ പിന്നീട് മോഡലിംഗിൽ റിസൾട്ട് വരാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് എൻ്റെ നാട്ടുകാരായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് മൂവി റിലീസായപ്പോൾ പോലും അവർ നാട്ടിൽ നിന്ന് ഒരു ബസ് വിളിച്ച് ആൾക്കാർ പോകാനൊക്കെ റെഡി, അവർ പ്ലാൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ നാട്ടിൽ എൻ്റെ മൂവി ഇറങ്ങിയപ്പോൾ നാട്ടിലുള്ള എല്ലാ വണ്ടികളുടെയും ആലോചിക്കുക, എൻ്റെ ഫസ്റ്റ് മൂവി റിലീസാവുന്ന നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞ പടം ഞാൻ ചെയ്തത്. ആ റിലീസാവുന്ന സമയത്ത് നാട്ടിലെല്ലാ ഇവൻ ബൈക്കുകളുടെ മുന്നിൽ പോലും അവർ പടത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചു. അത്രയും സപ്പോർട്ടാണ് നാട്ടിലും വീട്ടുകാരാണെങ്കിൽ. അറ്റ് ദ സെയിം ടൈം മോഡലിംഗിൽ ചെറിയൊരു എതിർപ്പുണ്ടായിരുന്നു. ബട്ട് അത് ഏതൊരാൾക്കും ഉണ്ടാകുന്ന ഒരു ഭയം കൊണ്ടാണ്. പിന്നീട് അത് റെഡിയായി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഓപ്പണന്റും ഞാൻ ഇപ്പോഴും ബിലീവ് ചെയ്യുന്നു, എൻ്റെ ഏറ്റവും വലിയ ഓപ്പണന്റും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറും ഞാൻ തന്നെയാണ്. ലൈക്ക് ഞാനിപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ അടിക്കുകയെന്ന് വെച്ചാലും, ടു ബി ഫ്രാങ്ക്, ഞാനങ്ങനെ തള്ളി മറിക്കുന്നതല്ല, പക്ഷേ നെഗറ്റീവ് ഒക്കെ അടിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് മീ ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം എനിക്കൊരു 20-30 മിനിറ്റ്സ് എങ്കിലും ഞാൻ ഒറ്റയ്ക്കുള്ള ഒരു മീ ടൈം എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ലൈഫ് മൊത്തം ആ ദിവസങ്ങളിൽ വേറെ ഞാനായിപ്പോകും. അപ്പം ഈ സമയത്ത് ഇപ്പം എനിക്ക് എന്തെങ്കിലും ഡെസ്ക് വന്നാലൊക്കെ ഞാൻ മിററിന് മുന്നിൽ പോയിട്ട് ആ മിററിൽ കുറച്ച് നേരം നോക്കും. അവിടെ നിന്ന് കിട്ടിയൊരു മോട്ടിവേഷൻ ഉണ്ട്. കാരണം നമ്മൾ ഇത്രയും ഇതിന്റെ ഇടയ്ക്ക് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ഇത്രയും സഹിച്ച് ഇവിടെ എത്തിയില്ലേ, അപ്പൊ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള ഒരു മൂടാണ്. 2022 ഫെബ്രുവരിയിലാണ് ആക്സിഡന്റ് സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മൾ അതുവരെ ചെയ്ത പ്ലാനിൽ നിന്ന് ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. അതെ. അപ്പൊ നമ്മൾ മെന്റലി ഡൗൺ ആവും. അതെ. അപ്പൊ ആ മെന്റലി ഡൗൺ ആയ ആ സാഹചര്യം നിന്ന് എങ്ങനെയാണ് അത് സർവൈവ് ചെയ്ത്? മെന്റലി ഡൗൺ ആയിരുന്നില്ല. മേ ബി ഒരു സ്പോർട്സ് പ്ലെയർ ആയതുകൊണ്ടായിരിക്കും, ആ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടും ഒക്കെ ആയിരിക്കാം. മെന്റലി ഡൗൺ ആയിരുന്നില്ല. ലൈക്ക് ഈ ആക്സിഡന്റ് പറ്റിയപ്പോഴും അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഞാൻ രാവിലെ HDFC ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ ICUയിൽ കിടക്കുന്ന സമയത്ത് മാസ്ക് വെച്ച് കിടക്കുമ്പോഴും എൻ്റെ സുഹൃത്തുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഭിജിത്ത്, പാർട്ട്ണറാണ്. അവനെ ഹോസ്പിറ്റലിൽ കാണാമെന്ന് ഫസ്റ്റ് ആ സമയത്ത് ഞാൻ പറഞ്ഞ അവനെ ഇങ്ങനെ പതുക്കെ വിളിച്ചിട്ട് പറഞ്ഞു. അതായത് ആക്സിഡന്റ് ആയിട്ട് ഇവിടെയൊക്കെ പൊട്ടി സ്കള്ളൊക്കെ പൊട്ടി കിടക്കുന്ന സമയമാണ്. അപ്പോൾ ബ്രീത്തിങ് ഇല്ല. അപ്പോൾ ഞാൻ അവനെ കുറച്ച് കഴിഞ്ഞ് ICUയിലേക്ക് ചേഞ്ച് ചെയ്തു. ICUയിലേക്ക് മാറ്റി. ആ സമയത്താണ് ഇവനിങ്ങനെ ഞാൻ പതുക്കെ വിളിച്ചു. അവൻ അടുത്തേക്ക് വന്നിട്ട് വിളിച്ചു. അതുകൊണ്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുന്നു. അപ്പോൾ എന്തിനാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഞാൻ റിക്കവറായിട്ട് വരും, അപ്പം നമുക്ക് ആ റിക്കവറി വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടണം, അതിന് വേണ്ടിയിട്ടാണ്. ആ സാധനം വന്നു, പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും ചെയ്തു. പക്ഷെ ആ ഒരു മൈൻഡായിരുന്നു. ലൈക്ക് ഇത് നമ്മളിങ്ങനെ അടിച്ചടിച്ച് താഴെ പോയാലും കയറി വരാം, ആ ഒരു മൈൻഡാണ്. ചെറുപ്പം മുതലേ ഈ കോൺഫിഡൻസ് ലെവൽ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തു. ഞാൻ 7th ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് കരച്ചിലായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റലൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ ആലോചിച്ച് കരച്ചിൽ തന്നെയായിരുന്നു. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ഉണ്ടായി വന്നതാണ്. ഓരോ സിറ്റുവേഷൻസ് നമ്മൾ ഓരോ കളി തോൽക്കുമ്പോഴും അടുത്ത കളി ജയിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും നടക്കും. ഒരു 4-5 കളി തോൽക്കുമ്പോൾ അടുത്തത് നമ്മൾ ജയിക്കുന്നുണ്ടല്ലോ. ആ ഒരു ഇതിൽ കിട്ടിയ ഡെവലപ്മെന്റ് ആണ്. പിന്നെ ഇഞ്ചുറീസ് വരാൻ തുടങ്ങി. ഇഞ്ചുറീസ് വന്നപ്പോൾ നമ്മൾ തളർന്നിരിക്കാതെ ഒരു സ്പോർട്സ് പ്ലെയർ എന്താ ചെയ്യുക, അതിന് മെഡിസിൻ എടുത്തിട്ട് വീണ്ടും ഗ്രാജുവലി ഡെവലപ്പ് ആയി വരും. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്തത്. നമുക്ക് നഷ്ടപ്പെടാനൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളൊരു ഫീൽ വന്നു. ഒന്നും പോകാനൊന്നുമില്ല. വീട്ടുകാരും 2 ആൺകുട്ടികളാണ്. അപ്പോൾ നമുക്ക് എന്താ ആക്സിഡൻ്റായി കിടപ്പിലായാലും തിരിച്ചു വരാമെന്നുള്ളത്. ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലാണ് അതുൽ അക്കാഡമി തുടങ്ങിയിട്ടുണ്ടാവുക. ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലല്ല അതുൽസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഒരു 4 മാസം കിടപ്പിലായി. എനിക്ക് ഫസ്റ്റ് മൂവി കിട്ടിയിട്ട് മൂവി കമ്മിറ്റ് ചെയ്തിട്ട് അതിനുശേഷമാണ് ആക്സിഡൻ്റ് ആവുന്നത്. ആക്സിഡൻ്റ് ആയിട്ട് എനിക്ക് ബെഡ് റെസ്റ്റ് വേണ്ടി വന്നു. ആക്സിഡൻ്റ് ആയിട്ട് ഫസ്റ്റ് ബെഡ് റെസ്റ്റ് കഴിഞ്ഞപ്പോൾ 2 മാസത്തോളം കിടപ്പിലായി, തീരെ ഇളകാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടു. ഒരു മനുഷ്യന് ഒരു ദിവസം ഒരു 30 മിനിറ്റ്സ് വെച്ച് എന്തിനെങ്കിലും വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 മന്ത്സോളം 60-64 ദിവസം ഇതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മാസ്റ്റർ ആവുന്നതാണ്. അപ്പം മാസ്റ്റർ ആവാനൊന്നും വേണ്ടിയിട്ടില്ല, ഞാൻ ഈ കിടപ്പിലായതാണല്ലോ ആ ടൈം എന്തിനെങ്കിലും ഉപയോഗിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് മോഡലിംഗ് ഒക്കെ വാച്ച് ചെയ്യുന്നത്. അപ്പോഴേ ഞാൻ ഈ മോഡലിംഗ് പുറത്തൊക്കെ പോയി ഷോ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ബാംഗ്ലൂരൊക്കെ ഹൈറ്റ് കുറവാണെങ്കിലും കമ്പാരിറ്റീവ്ലി നമ്മുടെ കേരളത്തിലെ മോഡൽസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഹൈറ്റ് ഇഷ്യൂ. പക്ഷേ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഹൈറ്റിനെ നിങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാനിപ്പം പുറത്തുള്ള ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും
എൻ്റെ അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണെന്ന് വിചാരിച്ച് നിങ്ങൾ മോഡലിംഗ് വരാതിരിക്കും. നിങ്ങൾക്ക് നല്ല ഹൈറ്റ് 6 feet അബോവ് ഹൈറ്റ് ആവശ്യമുള്ളത് ഇന്റർനാഷണൽ റൺവേസിലാണ്. അതും അവിടെ ഒന്നും ഒരു നിയമമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ലെവലൊക്കെ പോകുന്ന സമയത്ത് ചില ഡിസൈനേഴ്സ് ഹൈറ്റ് ഉള്ള മോഡൽസിന് വേണമെന്ന് റിക്വയർമെന്റ് പറയും. അവിടെ മാത്രമേ മോഡൽസിന് ഹൈറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അല്ലാത്തൊരു സംഭവം. ഇനി നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വർടൈസിങ് മോഡലിംഗ് ഫോക്കസ് ചെയ്യാം. ഹൈറ്റ് കുറവാണ് പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാജൻ മോഡലിംഗ് ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ കേരളത്തിലെ മോഡലിംഗ് എടുത്ത് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ മോഡലിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അഡ്വർടൈസിംഗ് മോഡലിംഗ് അല്ലെങ്കിൽ പ്രിന്റ് മോഡലിംഗ് എന്ന് പറയും. സെക്കൻഡ് റൺവേ മോഡലിംഗ്, തേർഡ് പാജൻ മോഡലിംഗ്. ഈ 3 ടൈപ്പ് ഉണ്ട്. നിങ്ങൾ ആക്ടിങ് സ്കില്ലാണ് എല്ലാത്തിനും ഫെയിം ഉണ്ടെങ്കിലും പബ്ലിസിറ്റിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നല്ല അഡ്വർടൈസിംഗ് മോഡലിംഗ് ആണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും അഡ്വർടൈസിംഗ് മോഡലിംഗ് ആണ്. അപ്പോൾ നമ്മൾ മെയിൻ മണിയാണ്, ഇൻകമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും അഡ്വർടൈസിംഗ് മോഡലിംഗ് ആണ് എപ്പോഴും ഫോക്കസ് ചെയ്യാൻ പറയാം. 3 ചെയ്യാം, പക്ഷെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം എനിക്കറിയാം അദാനിയുടെ ഒക്കെ ഷൂട്ട് നമുക്ക് പെർ ഡേ 25,000 വെച്ചിട്ട് ഷൂട്ട് പേയ്മെന്റ് കിട്ടുന്ന ഷൂട്ടുകളുണ്ട്. അപ്പം അത്തരം ഷൂട്ടുകൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ മോഡലിംഗ് കമ്പനീസ് ഒന്നും മോശമെന്നല്ല പറയുന്നത്. മോഡലിംഗ് കമ്പനീസ് ഉണ്ടെങ്കിലും നിങ്ങളെപ്പോഴും മോഡൽസിന് പറയാനുള്ളത് അവർ ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് വ്യൂ ആയിരിക്കും. ലൈക്ക് നിങ്ങൾ ടോപ്പ് ബ്രാൻഡ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡിന് വേണ്ടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക എങ്ങനെ ബ്രാൻഡിലേക്ക് എത്തിപ്പെടാം. കാസ്റ്റിംഗ് ഏജൻസീസ് ഇത്രയും എത്തിപ്പെടാം. കേരളത്തിൽ ഒരുപാട് എയിം ടു എയിം, കാസ്റ്റിംഗ് പ്രോസസ്, ജെപി കാസ്റ്റിംഗ്, ഇൻപൾസ്, അങ്ങനെ ഒരുപാട് കാസ്റ്റിംഗ് ഏജൻസീസ് ഉണ്ട്. അപ്പം ഈ കാസ്റ്റിംഗ് ഏജൻസീസിനൊക്കെ നിങ്ങൾ പ്രൊഫൈൽ അയക്കുക. പ്രൊഫൈൽ അവരെ നമ്പർ വാങ്ങിയിട്ട് പ്രൊഫൈൽ അയക്കുക. ഇപ്പോൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പം ഞാനും ബ്രോന്റെ പേരെന്താ ഷാറോ. ഞാനും ഷാരോണും സെയിം ക്വാളിറ്റി മോഡൽസ് വിചാരിക്കും. ഞാനും ഷാരോണും ഒരേ ലെവൽ മോഡൽസ് ആണ്, സെയിം ഹൈറ്റ് ആണ്, സെയിം എക്സ്പീരിയൻസ് ആണ്, എല്ലാം ടാലന്റ് സെയിം ആണ്. ഷാരോണും ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്തു. ഷാരോണിനൊരു 30 ഫോട്ടോസ് കിട്ടി, ഡിഫറെന്റ് ഫോട്ടോസ് കിട്ടി. എനിക്കും 30 ഫോട്ടോസ് കിട്ടി. ഓക്കെ, ഷാരോൺ ഈ 30 ഫോട്ടോസ് കേരളത്തിലെ കാസ്റ്റിംഗ് ഏജൻസിനൊക്കെ 1 ടൈം ആയിട്ട് അയച്ചു. ഞാൻ ഈ 30 ഫോട്ടോസ് ഒരു വീക്ക്ലി 1 ഫോട്ടോ വെച്ചിട്ട്, വീക്ക്ലി ഒരു 2 ഫോട്ടോസ് വെച്ചിട്ട് എവറി വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്സ് ബിറ്റ്വീനിൽ കാസ്റ്റിംഗ് ഏജൻസീസിന് അയച്ചുകൊണ്ടിരുന്നു. ഒരു 4 മന്ത് വന്നിട്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ ഇവർ ഷാരോണിനെയാണോ എടുക്കുക എപ്പോഴും ആലോചിക്കുക, അല്ലെ എന്നെയാണോ ആലോചിക്കുക? എന്നെ. കാരണം ഞാൻ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു എൻട്രി ആപ്പ് ഞാൻ കാസ്മി പെർഫെക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏകദേശം 150 അബോവ് മെസ്സേജസ് വിത്തൗട്ട് എനി സിംഗിൾ റിപ്ലൈ അവർക്ക് അയച്ചിട്ടുണ്ട്. 150. ഈ 150ാമത്തെ മെസ്സേജ് എങ്ങനെയാണ് അതിൽ നിങ്ങൾ എൻട്രി ആപ്പിന്റെ ആഡിന് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസിയും ഒരു പ്രധാനപ്പെട്ട ഘടകം കേട്ടോ. അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കോൺഫിഡൻസിന്റെ കാര്യം ചോദിച്ചില്ലേ, കോൺഫിഡൻസ് കീപ് യു ഗോയിങ് ബട്ട് കൺസിസ്റ്റൻസി കീപ് യു ഗ്രോയിങ്. അതാണ് ഞാൻ എപ്പോഴും എൻ്റെ റൂമിൽ നിങ്ങൾ കയറി കാണാം, അവിടെ എഴുതി ഒട്ടിച്ചിരിക്കുന്ന കാര്യം. കോൺഫിഡൻസ് കീപ് യു ഗോയിങ്, കൺസിസ്റ്റൻസി കീപ് യു ഗ്രോയിങ്. ആളുകളാണ് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞു ഈ എങ്ങനെ മോഡലിംഗ് ആക്കിയത്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആദ്യം അതിന് മുമ്പേ മോഡൽസൊക്കെ ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കെങ്കിലും ഒരു പെർട്ടിക്കുലർ സിലബസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സിലബസ് ഒന്നുമില്ല, ഫസ്റ്റ് നോക്കി മോഡൽസിന് എന്തൊക്കെയാണ് അവരുടെ ടെക്നിക്സ് നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെച്ചു. ഏകദേശം ഒരു 12-14 ടെക്നിക്സ് ആണ് ഫീമെയിൽ മോഡൽസ് യൂസ് ചെയ്യുന്നത്. മെയിൽ മോഡൽസ് ആണെങ്കിൽ ഒരു 7 ഉണ്ട്. അപ്പം ഈ ടെക്നിക്സ് വീക്ക് ആവുന്നത് എവിടെയൊക്കെയാണ് നോക്കി. ഒരു മോഡൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ടെക്നിക്സ് എവിടെ വീക്ക് ആവുന്നു, ആ വീക്കായ ടെക്നിക്സിനെ നോർമൽ ആക്കാൻ നമ്മൾ എന്തൊക്കെ എക്സസൈസ് ജനറേറ്റ് ചെയ്യും. അതായത് ഫസ്റ്റ് ഫോൾട്ട് അല്ലെ പ്രോബ്ലം കണ്ടുപിടിച്ചു, എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു. ഈ മെത്തേഡിലാണ് നമ്മുടെ സിലബസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു സിലബസ് ആക്കി. അങ്ങനെ ഈ സിലബസ് ഒക്കെ ആയിട്ട് ഞാൻ നമ്മുടെ കേരളത്തിൽ ആരെയും കുറ്റം പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായില്ലായിരുന്നു. ഞാൻ മോഡലിംഗ് കമ്പനീസും കുറച്ച് ആൾക്കാർക്ക് പോയപ്പോൾ അവർ പറഞ്ഞു അതിൽ ഇതൊന്നും ഇവിടെ പോസിബിൾ അല്ല, ഇവിടെ നടക്കില്ല, അപ്പം ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ പഠിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കുറച്ച് കുട്ടികളെ എടുത്തിട്ട് ഫ്രീ ആയിട്ട്, ആ ആക്സിഡന്റ് സമയത്തുള്ളതാണല്ലോ, ആക്ച്വലി സ്കള്ള് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഫുൾ ഓപ്പൺ ചെയ്തിട്ടായിരുന്നു സർജറി. തല ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ സ്കിന്ന് താഴ്ത്തി വലിച്ചിട്ട് ഇവിടുന്ന് ഒരു പീസ് എടുത്തിട്ട് കയറ്റി വെച്ചിട്ട് സർജറി ചെയ്യുന്നത്. കുറച്ച് ഉണ്ട്. പക്ഷെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ റെസ്റ്റ് ലോങ് ആണല്ലോ, 4 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പം ഞാൻ ഇവരോട് എന്തായാലും ഈ സിലബസ് ചെയ്തതാണല്ലോ, അപ്പോൾ ഈ സിലബസ് ചെയ്യാന്ന് വെച്ചിട്ട് 10 കുട്ടികളോളം വിളിച്ചിട്ട് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കും ഫസ്റ്റ്. ഈ കുട്ടികൾ പിന്നീട് മിസ് സൗത്ത് ഇന്ത്യ, മിസ് കേരള പോലുള്ള മത്സരങ്ങളിലൊക്കെ ടോപ്പിൽ അല്ലെങ്കിൽ വിന്നർ ആവാൻ തുടങ്ങി, അല്ലെങ്കിൽ എവിടെ പോയാലും ബെസ്റ്റ് കാറ്റഗറി കിട്ടണം. അപ്പോൾ ഓരോ ആൾക്കാർ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ട്രെയിനിങ്, എവിടുന്നാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് പഠിക്കുന്നത് ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അക്കാദമി, അപ്പോഴും നമ്മുടെ പേരുള്ളൂ, അത് അക്കാദമി എന്നുള്ള പേരൊന്നും. ആ സെയിം ടൈമിൽ ഇവരെ പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോ ഞാനെടുത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ആ വീഡിയോയിൽ ഒരു വീഡിയോ 72 മില്യൺ റീച്ച് ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു ആർപ്പോ നമ്മുടെ AF ദുബായ് ഫാഷൻ വീക്കിൻ്റെ കൊറിയോഗ്രാഫർ ദുബായിൽ വന്നു. അറ്റ് ദ സെയിം ടൈം തന്നെ അവിടെ വർക്ക് വന്നപ്പോൾ അത് പോയി ചെയ്തു.
പിന്നെ ദുബായിൽ ചെയ്തപ്പം അവിടുന്ന് ഒരു ആ ഷോ കാണുന്ന കുറച്ച് 2-3 പേര് വന്നത്. അവരെന്നെ ഒരു അറബ് ഫാഷൻ വീക്ക് അവിടുത്തെ ഒരു വലിയ ഷോയിലേക്ക് ഒരു ഒറ്റ സ്ലോട്ട് മാത്രം ചെയ്യാൻ വേണ്ടി കൊറിയോഗ്രാഫറായിട്ട് വിളിച്ചു. ആ സ്ലോട്ട് ചെയ്ത് അവർക്ക് ഓക്കെ ആയപ്പോഴത്തേക്ക് ദുബായിലും അറ്റ് ദ സെയിം അത്യാവശ്യം സെയിം ടൈമിൽ എന്തെങ്കിലും ഒരു പേര് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അക്കാഡമിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് അതുൽസ് അക്കാഡമിക്ക് പേര് കൊടുത്തു. ബിക്കോസ് അതുൽസ് അക്കാഡമിന്ന് പേര് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈലും അക്കാഡമിയുടെ പ്രൊഫൈലും സെപ്പറേറ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുൽസ് അക്കാഡമി ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം അത് അതിൻ്റെയാണ്. ഞാൻ വേറെ എന്തെങ്കിലും ഒരു പേരാണ് ഇടുന്നെങ്കിൽ ഞാൻ രണ്ടും മാർക്കറ്റ് ചെയ്യാൻ 2 എഫേർട്ട് എടുക്കും. സോ എൻ്റെ പേര് തന്നെ അക്കാഡമി തുടങ്ങി, എൻ്റെ പ്രൊഫൈലിൽ റീച്ച് ആവുന്നതിൻ്റെ കൂടെ അക്കാഡമി റീച്ച് ആവാൻ തുടങ്ങി. ഇല്ലെങ്കിൽ അക്കാഡമി സ്റ്റുഡൻസ് നല്ല പെർഫോം ചെയ്യുന്ന സമയത്ത് അക്കാഡമിക്കും അതുവഴി എനിക്കും പേര് വരാം. അങ്ങനെയാണ് അക്കാഡമി ഡെവലപ്പ് ആയത്. ഫസ്റ്റ് ഇതുപോലെ നമുക്കൊരു ഫീസ് വാങ്ങി അക്കാഡമി തുടങ്ങാനുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ കോൺസെപ്റ്റ് ആയതിനു ശേഷം അതിനൊരു വിഷൻ കീപ്പ് ചെയ്തു. നമ്മൾ ചുമ്മാ തുടങ്ങുന്നതിന് പകരം അവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ഒരുപാട് ഇപ്പം കാലിക്കറ്റ്, കൊച്ചി, ട്രിവാൻഡ്രം, ദുബായ്, അബുദാബി, ബാംഗ്ലൂർ, ഇപ്പം നാളെ മുതൽ ഗുജറാത്തിൽ, പഞ്ചാബിൽ, ഇത്ര 8-9 സെന്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിലുണ്ട്. ഫ്രാഞ്ചൈസി എടുത്തിരിക്കുകയാണ്. സിലബസ് നമ്മുടെ കൺട്രോളിൽ പോകും. പിന്നെ അതല്ലാതെ കാനഡ, US, അയർലാൻഡൊക്കെ നമ്മുടെ ഓൺലൈൻ അക്കാഡമി വഴി കുട്ടികൾ പഠിക്കുന്നു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈ കിട്ടുന്ന മൊമെന്റ്സ് അത് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നാറുള്ളത്, ഇപ്പോൾ ഞാൻ ടു ബി ഫ്രാങ്ക് പറയുകയാണ്, പ്രൊഫഷണൽ മോഡൽസിന്റെ ഷോ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ഫ്രഷേഴ്സിന്റെ ഷോ വരും. അപ്പോൾ ഈ ഫ്രഷേഴ്സിന്റെ ഷോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിലപ്പോൾ 1 day 2 day ഗ്രൂമിങ് ഉണ്ടാവും. പക്ഷേ ഈ 2 day ഗ്രൂമിങ്ങിനും ഇടയിൽ പോലും ചില മോഡൽസ് നന്നായിട്ട് പെർഫോം ചെയ്യും. നമുക്ക് ഏറ്റവും പ്രൗഡ് മൊമെന്റ് അതാണ്. 2 ദിവസത്തെ ഗ്രൂമിങ് വെച്ചിട്ട് ഒരാൾ പ്രൊഫഷണൽ മോഡൽസിനൊപ്പം വാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെയാണ് ഡെവലപ്പ്. എല്ലാം കൊള്ളാം, എല്ലാ ഷോസും. ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത് ആഫ്രിക്കൻസിന് വേണ്ടി ചെയ്തു, അറബ്സിന് വേണ്ടി ഷോ ചെയ്തു, അവിടെ ദുബായിൽ ഒരുപാട് ഷോ ചെയ്തു. ഇപ്പം നെക്സ്റ്റ് മന്ത് തായ്ലൻഡ്, മലേഷ്യയിലൊക്കെ ഷോ ചെയ്തു. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ചില മോഡൽസ് പെട്ടെന്ന് ഡെവലപ്പ് പോകും. അത് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്ന മോഡൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. അതെ, ഈ റിജക്റ്റഡ് ടു റെസ്പെക്ട് എന്നുള്ള ടാഗ്ലൈൻ യൂസ് ചെയ്യാനുള്ള അത് എൻ്റെ ലൈഫിൽ നമ്മുടെ മോഡലിംഗിൽ വന്ന സമയത്ത് ഇവിടുന്ന് പേരൊന്നും പറയുന്നില്ല, ഒരുപാട് ഷോസിനൊക്കെ ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, ഈവൻ ട്യൂഷൻ കുഴപ്പമില്ലാത്ത വാക്കായിരുന്നു, ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തായിരുന്നു. അപ്പം എന്നെ പോലത്തെ ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട്. ലൈക്ക് അതുതന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്, മോഡലിംഗിലാണ് നിങ്ങൾ വരുന്നത്, മോഡലിംഗ് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്നത് റിജക്ഷനാണ്. കാരണം ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ ഒരു മാസം 2 ആഡ് വെച്ചിട്ടാണ് എൻ്റെ ടാർഗറ്റ് ഞാൻ ചെയ്തു പോകുന്നത്. മന്ത്ലി, ഒരു വർഷത്തിൽ ഞാൻ ചെയ്യുന്നത് ഏകദേശം 24-25 ആഡ്സ് ആണ്. പക്ഷെ എല്ലാവരും കാണുന്ന ഇപ്പോൾ ആൾക്കാർ ലുലിൻ്റെ ആഡ് ചെയ്തു, നെസ്റ്റോടെ ആഡ് ചെയ്തു എന്ന് പറയും. അവരറിയാത്തൊരു കാര്യമുണ്ട്, ഞാൻ ഒരു മാസം 30-ലധികം ആഡിന് വേണ്ടിയിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ അയക്കും. മിനിമം ഒരു 25-30 ആഡ് കണ്ടമാണ് പുറത്ത്. ഇവിടെ മാത്രമല്ല, മുംബൈ ഏജൻസി എൻ്റെ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നുണ്ട്. സോ ദുബായിലോട്ട്. അപ്പോൾ ഇവിടെയൊക്കെ 30-ലധികം ആഡിൽ എനിക്കൊരു മാസം കിട്ടുന്ന 2-3 എണ്ണമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അതിൻ്റെ എന്താ പറയുക, നമ്മുടെ സക്സസ് പെർസെൻറ്റേജ് ബിലോ 10% ആണ്. എന്നിട്ടും നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം റിജക്ഷൻ ആണ് മോഡലിംഗിൽ ഏറ്റവും കൂടുതൽ. ഇതിൽ ഏറ്റവും നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു കാസ്റ്റിങ്ങിന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് 200 പീപ്പിൾ അപ്ലൈ ചെയ്തു, അതിൽ ഔട്ടായ നമുക്ക് വിഷമം ഉണ്ടാവില്ല. ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർ 20 പീപ്പിൾസ് ആവും, അതിൽ ഔട്ടായ പ്രശ്നം ഉണ്ടാവില്ല. ഈ പടത്തിലൊക്കെ വരുന്ന സമയത്ത് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവർ 3 or 4 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ റിജക്റ്റ് ആവും. ചിലപ്പോൾ ലാസ്റ്റ് ലോട്ടോ നമ്മുടെ ഒരു ദുൽഖർ സൽമാൻ്റെ കൂടെയൊക്കെയുള്ള ആഡ് ഉണ്ട്. അപ്പം ഇതിലൊക്കെ വരുമ്പം ലാസ്റ്റ് 4-ൽ 3-ലൊക്കെ എത്തിയിട്ട് നമ്മൾ ഔട്ടാവുമ്പോൾ നമുക്ക് ആക്ച്വലി അവിടെയാണ് നമ്മൾ നെവർ ഗിവ് അപ്പ് എന്നുള്ള ആ ഒരു മൂഡ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഗ്രാജുവലി ഡെവലപ്പ് ആവുന്നത്. പിന്നെ എനിക്ക് അക്കാഡമിയിൽ മെയിനായിട്ട് അക്കാഡമിയിൽ ആ റിജക്റ്റഡ് ടു റെസ്പെക്റ്റഡ് എന്നുള്ളത് കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ, അക്കാഡമിയിൽ ഇന്ന് കേരളത്തിൽ കാണുന്ന പല മോഡൽസും ഇവിടുന്ന് വലിയ ഷോർട്ടിലൊന്നും ഒരു ടൈറ്റിലും കിട്ടാതെ പറയും എൻ്റെ മക്കൾക്കല്ലേ എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ അക്കാഡമിയിൽ വന്നിട്ട് അവിടുന്ന് ട്രെയിൻ ചെയ്ത് വലിയ വലിയ ഷോർട്ടിൽ ടൈറ്റിൽ വെച്ച കുട്ടികളിവിടെ. സോ അത് തന്നെയാണ് മെയിൻ ഇൻറ്റൻഷൻ. നിങ്ങൾ എത്ര വീക്ക് ആയിക്കോട്ടെ, നമ്മുടെ അക്കാഡമി മുന്നോട്ട് വെക്കുന്ന 2 ആശയങ്ങളാണ്. ഒന്ന്, ഫ്രം റിജക്റ്റഡ് ടു റെസ്പെക്റ്റ്. രണ്ടാമത്തത്, എനിവൺ ക്യാൻ ഡു മോർ. എനിവൺ, ആർക്കും ചെയ്യാനുള്ളത്. അതെ, നിങ്ങൾ തടിച്ചിട്ടാണോ, പ്ലസ് സൈസ് മോഡലിംഗ് ഉണ്ട്, നിങ്ങൾ സ്കിന്ന് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ ഒന്നും മാറ്റർ അല്ല. ഇപ്പം എന്താണ് മാറ്റർ, ഹാൻഡിക്യാപ്ഡ് ആണോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ആഡ് ഉണ്ട് അല്ലേ, നിങ്ങൾ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്യാൻസർ പേഷ്യൻ്റ്, എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഹെയർ ഇല്ലേ, ഹെയർ ഇല്ലാത്ത അതിനെ പറ്റി അഡ്വർടൈസിങ്സ് ഉണ്ട്. സോ സത്യം പറഞ്ഞാൽ എനിവൺ ക്യാൻ ഡു മോഡലിംഗ്. ഈ ബാക്കിയുള്ള ഈ മെയിനായിട്ട് ഇഷ്യൂ വരുന്നത് വെച്ചാൽ ഓൾറെഡി ടോപ്പ് ക്വാളിറ്റീസ്, ഐ മീൻ ഫിസിക്കലൊക്കെ ഉള്ള മോഡൽസ് ഉണ്ടാവും. അവരെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവര് മാത്രമാണ് മോഡൽസ്. നിങ്ങൾ ആലോചിച്ചു, ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ട് ഈ ആഡ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ നാരിൻ സമയം പറഞ്ഞു. പുള്ളി ഹെൽത്തിയാണ്, കുറച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആൾ അടിപൊളിയാണ്. ആൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ പുള്ളിയാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുണ്ട്, ഞാൻ പുള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്നല്ല, ചാനലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആഡ് ശോഭിക്കുന്നു. ഞാൻ ആഗ്രഹിച്ച പല ആഡുകളും
പുള്ളി കുറച്ച് തടിച്ചിട്ടാണ്, പക്ഷെ ആള് ഫിറ്റാണ്, ക്രിക്കറ്റ് പ്ലെയർ കൂടെയാണ്, ആളാണ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് മോട്ടിവേഷൻ നിങ്ങൾക്ക് മോഡലിംഗിൽ വരാനുള്ളത്. സോ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് റിജക്റ്റഡ് ടു റെസ്പെക്ട്, രണ്ടാമത്തെ എനിവൺ ക്യാൻ ബി മോഡൽ, ആർക്കും ചെയ്യാം. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജസ് എന്താണെന്ന് അറിയോ, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന, യൂട്യൂബിലാണെങ്കിലും, സാർ ഞാൻ തടിച്ചിട്ടാണ് എനിക്ക് മോഡലിംഗ് ചെയ്യാൻ, ഞാൻ മെലിഞ്ഞിട്ടാണ് എനിക്ക് മോഡലിംഗ് ചെയ്യാൻ, ഞാൻ കാണാൻ ഭംഗി കുറവാണ്. ഈ ഒരു കോൺസെപ്റ്റ് മാറ്റണം. അതാണ്. അപ്പം ഇതന്നെ മെയിനായിട്ട്, നിങ്ങൾ എത്ര റിജക്റ്റഡ് ആയാലും കുഴപ്പമില്ല, ഒരു ദിവസം നിങ്ങൾക്ക് ആ റെസ്പെക്ട് നിങ്ങളുടെ കയ്യിലെത്തും, അത് ഉറപ്പാണ്. മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യമില്ല എന്ന് മോഡലിംഗ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവര് മോഡലിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെയും സ്റ്റേറ്റ്മെന്റ് മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം പലരും പറയുന്നത് ഡാൻസിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമില്ല, ഡാൻസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നല്ലേ, അല്ലേ? പക്ഷെ അതിന്റെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പം ഫീമെയിൽ മോഡൽസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് റൂൾസ് പോകുന്നുണ്ട്. സ്റ്റെബിലൈസ്ഡ് അപ്പർ ബോഡി വിത്ത് ഡിവൈഡഡ് ഹിപ്സ്, നീ സ്ട്രെയിറ്റനിങ്, ഇത്ര ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഇത് പഠിക്കാനും. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് കാണുന്ന മിസ് യൂണിവേഴ്സിലൊക്കെ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ മിസ് യൂണിവേഴ്സ്, മിസ് ഇന്ത്യയുടെ ഒക്കെ എടുത്ത് മിസ് യൂണിവേഴ്സിലൊക്കെ പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്യാതെ ആരും പോവില്ല, വെൽ ട്രെയിൻഡ് ആയിരിക്കും. ഇപ്പം എൻ്റെ ദുബായ് അക്കാഡമിയിലൊക്കെ ഉള്ള ഒരുപാട് പേര് നെക്സ്റ്റ് മിസ് യൂണിവേഴ്സിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്. ട്രെയിൻ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും, ക്വാളിറ്റീസ് ഉണ്ടാവും. ഒരു ഗൈഡിൻ്റെ അണ്ടറിൽ എപ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. അത് എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ട് മോഡലിംഗ് പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് കാസ്റ്റിംഗ് ഏജൻസിനെ എങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ലൈക്ക് ഒരു ക്ലയൻറ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഒരു കാസ്റ്റിംഗ് ഏജന്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇതൊക്കെ പ്രൊഫഷണലി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇപ്പോൾ ഈ പറയുന്നവർക്കൊക്കെ മോഡലിംഗ് വാക്കിന്റെ ടെക്നിക്സ് മേ ബി അതിനെപ്പറ്റി അറിയില്ല, അവർ അറിയില്ല എന്നല്ല, അവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവില്ല, നല്ല അറിവുണ്ടാവും. ലൈക്ക് ഇപ്പം അവർ പറയുന്ന കുറേ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ചുമ്മാ ഫീമെയിൽസിനോട് കാല് ക്രോസ് ചെയ്ത് നടന്നാൽ മതി കാറ്റ് വാക്ക് ചെയ്യും. അങ്ങനെയല്ല, കാറ്റ് വാക്കിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മൾ വാക്ക് ചെയ്യും, നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ തന്നെ വോയിസ് പ്രൊജക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ വോയിസ് പ്രൊജക്ഷൻ, നമ്മൾ സംസാരിക്കും, എനിക്ക് വേണമെങ്കിൽ താഴ്ന്ന ശബ്ദത്തിൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കും, അതിലെൻ്റെ കോൺഫിഡൻസ് കുറയും. ഇപ്പം ഇതേ സാധനം ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണം, ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു ഗൈഡ് വേണം. അവിടെയാണ് അക്കാഡമീസിന്റെ ഉപകാരം. സെക്കൻഡ് ആണ് നമ്മുടെ ഫൂട്ടില്ലേ, നമ്മൾ നടക്കുമ്പോൾ, ഇഫ് യുവർ ഫൂട്ട് ഈസ് ഗോയിങ് ഔട്ട്വേർഡ്സ്, ഇറ്റ് മീൻസ് കൊമേഡിയൻസ് വാക്ക്. നമുക്കറിയാം, ചാർലി ചാപ്ലിൻ വാക്ക് ചെയ്യുന്ന ആൾ ഭയങ്കര ബ്രില്യൻ്റ് ആക്ടറാണ്, അതുകൊണ്ടാണ് ചാർലി ചാപ്ലിൻ വാക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആളുടെ ഫൂട്ട് സൈഡ് ടു സൈഡ് ആക്കുക. സെയിം മെത്തേഡാണ്, നിങ്ങൾ വാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫൂട്ട് സൈഡ് ടു സൈഡ് ആണെങ്കിൽ അത് കൊമേഡിയൻസിന്റെ വാക്കാണ്. ഈ ഫൂട്ട് ഇൻസൈഡ് ആണെങ്കിൽ അത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. ഫൂട്ട് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കണം, വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇഫ് യു ആർ ലുക്കിംഗ് അപ്വേർഡ്സ്, കണ്ടിന്യൂസ് ആയിട്ട് അപ്വേർഡ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഇഫ് യു ആർ ലുക്കിംഗ് ഡൗൺവേർഡ്സ്, അത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. ഇഫ് യു ആർ ലുക്കിംഗ് റൈറ്റ് സൈഡ്, അത് തിങ്കിങ് ആണ്. ലെഫ്റ്റ് സൈഡ് ഹൈഡിങ് ആണ്. ഇത്രയും മൈന്യൂട്ട് ആണ് മോഡലിംഗിൻ്റെത്. അതുപോലെ ആൾക്കാർ പറയും എപ്പോഴും ഐ കോൺടാക്ട് കീപ്പ് ചെയ്യാൻ പറയും. പക്ഷെ ടു ബി ഫ്രാങ്ക്, ഒരാളുടെ കണ്ണിലേക്ക് മോർ ദാൻ 6 സെക്കൻഡ് നോക്കി സംസാരിക്കാൻ പാടില്ല. ബിഗസ്റ്റ് ഫാൾട്ടാണ്. നിങ്ങൾ തന്നെ ആലോചിച്ചോ, ഞാൻ നിങ്ങളുടെ ബ്രോന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഓക്വേർഡ് ആവും, അല്ലെ? ആളെ അൺകംഫർട്ട് ആക്കും. അപ്പം ഇതൊക്കെയാണ്, ഇതൊരു ബേസ് ആണ്, ഇതിന്റെ ഒരു വലിയ ലെവൽ പിന്നിൽ കിടക്കുന്നുണ്ട്. ഇനി പറയും, നിങ്ങൾ മോഡലിംഗിന് ശരിക്കും ട്രെയിനിങ് വേണോ വേണ്ടേ? വേണം, അത് തന്നെയാണ്. അത് മോഡലിംഗിന്റെ ഒരു പാർട്ടാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കോൺഫിഡൻസ് ത്രൂ ബോഡി ലാംഗ്വേജ്. ഇപ്പം നമ്മൾ ഒരുപാട് ഡിസബിലിറ്റി കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫീ ഒന്നും വാങ്ങാതെ നമ്മൾ ചെയ്യുന്നത് ഡിസബിലിറ്റി കുട്ടികളെ അവർക്ക് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ആലോചിച്ചു, ഡിസബിൾ ആയിട്ടുള്ള അല്ലെ ഓട്ടിസം ബാധിച്ച കുട്ടികളിൽ ഇത്തരം മോഡലിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മോഡലിംഗ് എന്ന് പറയുമ്പോൾ വാക്ക് മാത്രമല്ല, ഇത്തരം ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഡയറക്റ്റ് പോയിട്ടല്ല, നമ്മൾ ഡോക്ടേഴ്സിന് ലൈക്ക് അവരുടെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചിട്ട്, സർ നമുക്ക് അവരോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ അതിൽ ട്രൈ ചെയ്യും, ചിലപ്പോൾ അതിനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണ്. അപ്പം അത്രയും വൈഡാണ് നമ്മുടെ വിഷൻ, അത്രയും വൈഡാണ്. അപ്പം വിഷൻ അത്രയും വലുതാണ്, അതിനു വേണ്ടിയുള്ള ഇതിലാണ്. അതുകൊണ്ട് ഈ അക്കാഡമീസ് ആണെങ്കിലും അച്ചീവ്മെന്റ്സ് ആണെങ്കിലും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അല്ല എന്നുള്ളൊരു ഫീലാണ്. കാരണം നമ്മളൊരു വലിയ വിഷൻ, പാരീസ് ഫാഷൻ ഷോ അല്ലെങ്കിൽ ലണ്ടൻ ഫാഷൻ ഷോ പോലത്തെ വലിയ വിഷൻ ഉണ്ട്. ആ വിഷനിലേക്ക് നമ്മൾ പോകുമ്പം ഇപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് തോന്നിയിട്ടില്ല വലിയൊരു സംഭവമാണ്, ഇനി ഒരുപാട് പോകാനുണ്ട് എന്നുള്ളൊരു ഫീലാണ് ഇപ്പോഴും വരുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക്കലി ഞാൻ ഫോക്കസ് ചെയ്യുന്ന ആക്ടിംഗ് ആണ്. എൻ്റെ ഫസ്റ്റ് പടം നേർച്ചപ്പെട്ടി തിയേറ്റർ റിലീസ് ആയിരുന്നു. സെക്കൻഡ് മൂവി ബ്ലിസ്, സിബി മാത്യു എന്ന് പറഞ്ഞ ന്യൂസ് വെഞ്ചർ ഡയറക്ട് ചെയ്തിരിക്കുന്ന പടം. പുള്ളിയുടെ സിബി മാത്യു സാറിൻ്റെ പടം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഉണ്ടാവും, രണ്ടാമത്തെ പടം. മൂന്നാമത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു, ട്രക്ക് എന്ന് പറഞ്ഞ പടം, ഒരു ഓൾ ഔട്ട് ഫൈറ്റ് വരുന്ന പടമാണ്. അങ്ങനെ ഒരു 2-3 പടങ്ങൾ കൂടെ പെൻഡിങ് ഉണ്ട്, ഓൾറെഡി എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം മെയിൻ ആക്ടിംഗ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു 18 അസിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ ദുബായിലൂടെയൊക്കെ ആയിട്ട് അക്കാഡമിയിൽ. അവരിലൂടെ അക്കാഡമി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അക്കാഡമിയിൽ ലൈക്ക് കോൾ ചെയ്യാനാണെങ്കിൽ സ്റ്റാഫ് ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് സ്റ്റാഫ് ഉണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെയും സ്റ്റാഫ് ഉണ്ട്, ദുബായിലും സ്റ്റാഫ് ഉണ്ട്.
അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് അവർ ഫോളോ ചെയ്തോളും. ഇവിടെ നമ്മൾ അതിന്റെ കൂടെ ഞാൻ എൻ്റെ ആക്ടിങ് കരിയറും കൊണ്ടുപോകാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ബിസിയാണ്, ഇത്രയും നേരം ഞങ്ങളെ കോപ്പറേറ്റ് ചെയ്തതിൽ താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനിയും കാണാം. വീണ്ടും കാണാം.